Hello all, in this video we will study about arrays. Okay, so array എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Array എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a very important topic in C. സിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പറയാൻ പറ്റിയൊരു ടോപ്പിക്കാണ് ഈ അറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഒരുപാട് ഡേറ്റാസ് കണ്ടു അല്ലേ, പല ടൈപ്പ് ഓഫ് ഡേറ്റ നമ്മൾ കണ്ടു. എല്ലാ ടൈപ്പ് ഓഫ് ഡേറ്റേനും നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യും. ഇപ്പോൾ ഏജ് റീഡ് ചെയ്യണമെങ്കിൽ ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. നെയിം റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാരക്ടർ എന്ന് ഒരു റോൾ നമ്പർ റീഡ് ചെയ്യണമെങ്കിൽ ഇൻറ്റിജർ റോൾ നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സം എന്ന് പറയുമ്പോൾ ഇൻറ്റ് സം, എ എന്ന് പറയുമ്പോൾ ഇൻറ്റ് എ. സോ ഓരോ വേരിയബിൾസ്, ഇഫ് യു ആർ ടേക്കിംഗ് എ, ഇഫ് യു ആർ ടേക്കിംഗ് ബി ഓർ ലെറ്റ് ഇറ്റ് ബി സം, എന്ത് വേരിയബിൾ നെയിംസ് ആയാലും നമുക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാനേ അവർക്ക് പറ്റുള്ളൂ. ഓക്കെ, ഒരൊറ്റ വാല്യൂ, ദാറ്റ് ഇസ് ഇൻറ്റ് എ എന്ന് പറയുമ്പോൾ, ഇൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ മെമ്മറിയിൽ 2 bytes ഓഫ് മെമ്മറി നമുക്ക് റിസർവ് ചെയ്ത് വെക്കും ഇൻ ഓർഡർ ടു സ്റ്റോർ ദ വാല്യൂ ഓഫ് എ. ഓക്കെ, ഇതാണ് അറേ നോർമൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഒറ്റ വാല്യൂ അല്ല, എനിക്ക് ഒരുപാട് വാല്യൂസ് ഒരേ സമയത്ത് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, മാർക്സ് ഓഫ് 10 സ്റ്റുഡൻസ്. 10 സ്റ്റുഡൻസിൻ്റെ മാർക്സ് സ്റ്റോർ ചെയ്യണം. എല്ലാവർക്കും ഒരേ പ്രോപ്പർട്ടിയാണ് അല്ലേ മാർക്സ് എന്ന് പറയുമ്പോൾ. ഇറ്റ് മേ ബി ഫ്ലോട്ട് ഓർ ഇറ്റ് മേ ബി ഇൻറ്റീജേഴ്സ്. ഒരേ ടൈപ്പ് ഓഫ് ഡേറ്റേനെ, ഒരേ ടൈപ്പ് ഓഫ് കുറച്ചധികം ഡേറ്റ എനിക്ക് ഒരുമിച്ച് സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കാം. So for that purpose we are using the concept of arrays. So we can define an array as it is a collection or it is an ordered collection of similar type of data. സിമിലർ ടൈപ്പ് ഓഫ് ഡേറ്റേനെ നമ്മൾ ഒരുമിച്ച് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അറേസ് എന്ന് പറയുക. ഇപ്പോൾ അറേ ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇൻറ്റീജേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. അറേ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. അറേ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ സ്റ്റോർ ഓൺലി ക്യാരക്ടേഴ്സ്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു സ്റ്റോർ സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ, ഒരേപോലത്തെ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് അറേസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ബേസിക് കൺസെപ്റ്റ് അബൌട്ട് അറേ. അറേനെ കുറിച്ച് അത്രയും, ഒന്നിൽ കൂടുതൽ ഡേറ്റ, എല്ലാം ഒരുപോലത്തെ ഡേറ്റാസ് ആണ് അറ്റ് എ ടൈം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹൗ ടു ഡിക്ലെയർ എൻ അറേ? അറേ എന്ന് പറയുമ്പോൾ നമുക്ക് വേരിയബിൾ ഡിക്ലറേഷൻ പോലെ തന്നെയാണ്. ഓക്കെ, വി ഷുഡ് സ്പെസിഫൈ ദ ഡേറ്റ ടൈപ്പ്. എന്താണ് ഡേറ്റ ടൈപ്പ് എന്ന് സ്പെസിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ അറേയുടെ അറേ നെയിം സ്പെസിഫൈ ചെയ്യണം. ഇത് മാത്രം മതിയോ? ഇല്ല. ഇതെന്ന് പറയുമ്പോൾ എന്താ? ഇൻറ്റ് എ എന്ന് പറഞ്ഞത് അവിടെ വെച്ച് നിന്നു. ദാറ്റ് ഇസ് ഡേറ്റ ടൈപ്പ്, അറേയുടെ പേര്. എ എന്ന് പറഞ്ഞാൽ ആവാം, അറേയുടെ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇനി എന്താണ് ആ അറേയിൽ ഹൗ മെനി ഡേറ്റാസ് ഐ ആം ട്രൈങ് ടു സ്റ്റോർ? ഇറ്റ് വിൽ ബി 20. ഓക്കെ, സൈസ്, ദാറ്റ് ഇസ് ഇവിടെ സൈസും കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യണം. സൈസും കൂടി ഈ അറേയിൽ എത്രയാണ് ഈ അറേയുടെ സൈസ് ഓഫ് ദ അറേ. സോ സൈസ് ഓഫ് ദ അറേ, ഫോർ എക്സാമ്പിൾ, ഇൻറ്റ് a of 10 means here we are declaring an integer array. The name of the array is a and we can store 10 elements. 10 എലമെൻറ്റ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതായത് മെമ്മറിയിൽ 10 ലൊക്കേഷൻസ് വരെ നമുക്ക് ഈ എ എന്ന് പറഞ്ഞ അറേക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെക്കും. പക്ഷെ നമ്മൾ ഈ 10 ലൊക്കേഷൻസ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നമുക്ക് എത്ര ലൊക്കേഷൻസ്? 10 ലൊക്കേഷൻസ് വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ 11ാമത്തെ ലൊക്കേഷൻ തൊട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ അറേക്ക് വേണ്ടി നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്നത് 10 ഉള്ളൂ. മനസ്സിലാവുണ്ടോ? സോ ഇതേപോലെ തന്നെ ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ഈ 10ൽ നമുക്ക് എത്ര വാല്യൂസ് യൂസ് ചെയ്യണം എന്നുള്ളത് യൂസറിനോട് ചോദിച്ചാൽ മതി. 10ഉം യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൗ മെനി എലമെന്റ്സ് യു വോണ്ട് ടു സ്റ്റോർ എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുക. അപ്പോൾ അതിലിപ്പോൾ 5 എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 ലൊക്കേഷൻസ് മാത്രം ഫിൽഡ് ആയിരിക്കും, ബാക്കിയൊക്കെ നള്ളായിരിക്കും. ഓക്കെ, ഇത്രയാണ് അറേയുടെ ഇനീഷ്യലൈസേഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നൗ ഇഫ് യു വോണ്ട് ടു ഇനീഷ്യലൈസ് എൻ അറേനെ പല രീതിയിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വേറൊരു കാര്യം കൂടി നമ്മൾ പറയാം. അറേനെ നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് ഡയഗ്രമാറ്റിക്കലി എൻ അറേ ഇസ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ഇഫ് എൻ അറേ ഇസ് ഓഫ് നെയിം എ, അറേയുടെ പേര് എ ആണ്. ഇഫ് ഇറ്റ്സ് സൈസ് ഇസ് 5, ഇഫ് ഇങ്ങനെയാണ് ഇൻറ്റ് എ ഓഫ് 5 എന്നാണ് എൻ്റെ അറേ എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? 5 എലമെൻറ്റ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം അറേയിൽ. ആൻഡ് ദ ഇൻഡെക്സ് ഓൾവേസ്, ഈ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഓരോ വാല്യൂസ് ചെയ്തിട്ട് 0th പൊസിഷൻ, 1st പൊസിഷൻ, 2nd പൊസിഷൻ, 3rd പൊസിഷൻ, 4th പൊസിഷൻ, 1 2 3 4 5 4th പൊസിഷനൊക്കെ ആയപ്പോഴേക്കും നമുക്ക് എന്തായി? എല്ലാ വാല്യൂസും 5 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. സോ ഓൾവേസ് ഇൻഡെക്സ് സ്റ്റാർട്ട്സ് ഫ്രം 0. സോ 5 എലമെന്റ്സ് സ്റ്റോർ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇൻഡെക്സ് എവിടം വരെ പോകും? 4 വരെ പോകാം.
ഓക്കെ 0 to 4. ഇഫ് ഇറ്റ് ഇസ് ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തൊട്ട് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യും? 0 തൊട്ട് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യും അപ് ടു 9. അപ്പോൾ നമുക്ക് എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യാം? 10 വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഇങ്ങനെയാണ് ഇൻഡെക്സ്. സോ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് ആൻ അറേ. അറേയുടെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അറേയുടെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുക. ഏത് എലമെന്റ് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. എനിക്കിപ്പോൾ ഈ പൊസിഷനിലിരിക്കുന്ന എലമെന്റ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി? അറേയുടെ പേര് എവിടെ നിന്ന് ആക്സസ് ചെയ്യുന്നത്? അറേയിൽ നിന്നാണ്. അറേയുടെ പേരെന്താ? എ. ഇത് ഏത് പൊസിഷനാണ്? സെക്കൻഡ് പൊസിഷൻ. മനസ്സിലാവുണ്ടോ? ഇപ്പൊ ഇവിടെ ആക്സസ് ചെയ്യണമെങ്കിൽ എ ഓഫ് 4, ദാറ്റ് ഇസ് എ എന്ന് പറഞ്ഞ അറിയിലത്തെ 4th പൊസിഷന്റെ വാല്യൂ. സോ നമുക്ക് അതിൽ എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തിരിക്കുക ആ വാല്യൂ കിട്ടും. സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻഡെക്സ് ഉപയോഗിക്കാൻ പറ്റുക. ഇനി നൗ വി ക്യാൻ സീ ഹൗ ടു ഇനീഷ്യലൈസ് എൻ അറേ. എങ്ങനെയാണ് ഒരു അറേയിലേക്ക് നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുക എന്ന് പറയും. വെറുതെ ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് പല രീതിയിൽ അത് ചെയ്യാം. ഇങ്ങനെ ചെയ്യാം, ദാറ്റ് ഇസ് ഇൻറ്റ് എ ഓഫ് 5 ഇസ് ഈക്വൽ ടു 1 2 3 4 5 ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഒരു അറേ ഉണ്ടായിരിക്കും. എ എന്നാണ് പേര്. 0th ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 1 2 3 4th ഇൻഡെക്സ് വരെ ഉണ്ടാവും. അവിടെ എന്തൊക്കെയാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്? 1 2 3 4 5 ദാറ്റ് ഇസ് 0th ഇൻഡെക്സിൽ ഈ വാല്യൂ ഫസ്റ്റ് അതേ സീക്വൻസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുള്ളൂ. പല പല സ്ഥലത്ത് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് അറേയുടെ ഒരു പ്രത്യേകത. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യുക. ഇനി വേറെ രീതിയിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാണ് ഇൻറ്റ് എ ഓഫ് സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യില്ല, വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ വാല്യൂസ് ഇല്ല, ഇവിടെ സൈസ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പൈലർ കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഇറ്റ് ഈസ് ഇന്റലിജന്റ് ഇനഫ് നോ കൗണ്ട് ദീസ് വാല്യൂസ് 1 2 3 4 5. സോ 5 വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കണം. ഇറ്റ് ദിസ് മേ ബി 5 എന്ന് ഓട്ടോമാറ്റിക്കലി അത് ഗസ് ചെയ്യും. ഓക്കെ, another type of initialization is int a of 5 is equal to 1 4 5. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സ്ഥലത്തേക്ക് മാത്രമേ നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്യുള്ളൂ. അതായത് 0 1 2 3 4 ഇത്രയും ഉണ്ടായിരിക്കും. ലൊക്കേഷൻസിൽ വാല്യൂസ് ഉണ്ടായിരിക്കും, പക്ഷെ ഇത്രയും വാല്യൂസ് മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള വാല്യൂസിലൊക്കെ ഡീഫോൾട്ടായിട്ട് നള്ളോ 0 ആയിരിക്കും അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. മനസ്സിലാവുണ്ടോ? 0 നള്ളിൻ്റെ വാല്യൂ 0 ആണ്. സോ നൾ 0 വാല്യൂസ് ആയിരിക്കും അസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ നമുക്ക് ഇനീഷ്യലൈസേഷൻ ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് വി ക്യാൻ ഇനീഷ്യലൈസ് ആൻ അറേ. അറേനെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാനുള്ള പല രീതികളാണ് ദാറ്റ് വി ഹാവ് സീൻ ഹിയർ. ഓക്കെ, നൗ ഇഫ് വി നീഡ് ടു എൻറ്റർ ഡേറ്റാസ് ഇൻ ടു എൻ അറേ. ഒരു അറേയിലേക്ക് നമുക്ക് ഡേറ്റാസ് എൻറ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ എൻറ്റർ ചെയ്യാം? നമുക്ക് ഇൻറ്റ് ഒരു അറേ ഉണ്ട്. എ ഓഫ് എത്ര എലമെന്റ്സ് വരെ? 5 എലമെന്റ്സ് വരെ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം? എ ഓഫ് 0യിലേക്ക് 1, എ ഓഫ് 1ലേക്ക് 2, അങ്ങനെ കൊടുക്കാം. ഓക്കെ, സോ ഇതിപ്പോൾ 5 എലമെന്റ്സ് ആയാലും നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 100 എലമെന്റ്സ് 50 എലമെന്റ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഇതുപോലെ ഒരേ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ആകെ മാറുന്നത് എന്താ? ഇൻഡെക്സ് മാത്രം. എ ഓഫ് ഇൻഡെക്സ് മാറും, അതിലേക്കൊരു വാല്യൂ. എ ഓഫ് ഇൻഡെക്സ് മാറി അതിലേക്കൊരു വാല്യൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. സോ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു അറേയിലേക്ക് നമുക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ ഐ ഈസ് ഈക്വൽ ടു ഇൻഡെക്സ് എവിടം തൊട്ട് എവിടം വരെ എന്ന് കൊടുക്കണം. ഇപ്പം ഞാനൊരു അറേ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞു വിചാരിക്കുക. ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എലമെന്റ്സ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. 10 എലമെന്റ്സ് തന്നെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ എൻ്റെ ഇൻഡെക്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? 0 ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്ര വരെ പോകണം? 10 ആണോ വരിക? അല്ല, 10th ഇൻഡെക്സ് വരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു കൊടുക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ലെസ് ദാൻ 10 എന്ന് കൊടുക്കാം. സോ 9 വരെ ഇൻഡെക്സ് വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് കൊടുക്കാം. ഓക്കെ, 10 എന്ന് കൊടുക്കണമെങ്കിൽ ഇവിടെ ഈക്വൽ ടു കൊടുക്കരുത്. ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 0 to 10 വരെ ഇൻഡെക്സ് വരും. അപ്പോൾ നിങ്ങൾ എണ്ണി നോക്കി നോക്കി 11 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ 10 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. നൗ ഐ പ്ലസ് ചെയ്യണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? റീഡാണ് ചെയ്യുന്നത് അറേയിലേക്ക്. ദാറ്റ് ഇസ് scanf. ദിസ് ഇസ് ഇൻറ്റീജർ അറേ. സോ ഐ യൂസ് %d, സാധാരണ പോലെ തന്നെ ആംപർസാൻഡ്. എ ആണ് പേര്. ഇനി ഈ എന്റെ ഏത് പൊസിഷനിലേക്കാണ് ഞാൻ ഓരോ പ്രാവശ്യവും ഇൻസേർട്ട് ചെയ്തത്? ith പൊസിഷനിലേക്ക് അല്ലേ? ith, ദാറ്റ് ഇസ് ഇനീഷ്യലി എ ഓഫ് 0യിലേക്ക് വരും. ഐ ഇൻക്രിമെന്റ് ചെയ്യും, എ ഓഫ് 1ലേക്ക് സ്റ്റോർ ചെയ്യും. ഐ ഇൻക്രിമെന്റ് ചെയ്യും, എ ഓഫ് 2ലേക്ക് സ്റ്റോർ ചെയ്യും. ഐ ഇൻക്രിമെന്റ് ചെയ്യും, എ ഓഫ് 3ലേക്ക് സ്റ്റോർ ചെയ്യും. അപ് ടു എ ഓഫ് 9 വരെ സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി വിൽ റീഡ് ഇൻടു എൻ അറേ. ഇനി ഇപ്പോൾ ഞാൻ സൈസ് ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഞാൻ ഇത്രയും വാല്യൂസ് നമ്മൾ വെറുതെ ഞാനൊരു അല്ലെങ്കിൽ എ ഓഫ് 20
20 ലൊക്കേഷൻസ് ഞാൻ റിസർവ് ചെയ്ത് വെച്ചു. പക്ഷെ എനിക്ക് 5 സ്റ്റുഡൻസിൻ്റെയോ അല്ലെങ്കിൽ 5 വാല്യൂസേ എനിക്ക് ഈ അറയിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. സോ ഞാൻ എന്ത് ചെയ്യണം, ഈ 20-ൽ ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ യൂസർ. എനിക്കിപ്പോൾ 5 വാല്യൂസ് ഇൻസേർട്ട് ചെയ്താൽ മതി, വേറൊരാൾക്ക് 6 വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. സോ ഓരോ ആളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിൽ ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ മാറും എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇതിലിപ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന 5 വാല്യൂസ് ആണ്, വേറൊരാൾ ഇൻസേർട്ട് ചെയ്യുന്ന 6 വാല്യൂസ് ആയിരിക്കും, വേറൊരാൾ 10 വാല്യൂസ് ഇൻസേർട്ട് ചെയ്യും, വേറൊരാൾ 15 വാല്യൂസ്. അപ്പോൾ യൂസറിൻ്റെ അനുസരിച്ചാണ് ചിലപ്പോൾ വാല്യൂസ് ഇൻസേർട്ടഡ് ആവണമെന്ന് വിചാരിക്കാം. അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റ് എ ഓഫ് 20 എന്ന് പറയുമ്പോൾ 20 ലൊക്കേഷൻസ് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചോദിക്കണം printf എൻ്റർ ദ സൈസ് ഓഫ് അറേ. എത്രയാണ് അറേയുടെ സൈസ് നിങ്ങൾ വിചാരിക്കുന്നത്? ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, എൻ്റർ ദ സൈസ് ഓഫ് ദ അറേന്നോ അല്ലെങ്കിൽ ഹൗ മെനി ലൊക്കേഷൻസ് യു ആർ ഗോയിങ് ടു യൂസ്ന്നോ എന്തെങ്കിലും ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ സ്കാൻഎഫ് അതൊരു വേരിയബിളിലേക്ക് %d, ആംപർസാൻഡ് സൈസ് എന്നോ അല്ലെങ്കിൽ എന്നോ എന്തെങ്കിലും ഒരു വേരിയബിളിലേക്ക് റീഡ് ചെയ്യാം. സോ ഈ വേരിയബിളിൽ ഉണ്ടാവും എന്ത്, ഈ 20 ലൊക്കേഷൻസ് ഞാൻ റിസർവ് ചെയ്തതിൽ ഞാൻ എത്ര ലൊക്കേഷൻസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന്. ശരി, ഇറ്റ് മേ ബി 5, ഇറ്റ് മേ ബി 10, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂസർ. ഓക്കെ, ഇനി നമ്മൾ റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം, ഫോർ i = 0, n ലൊക്കേഷൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ i <= n-1 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ i n. ഓക്കെ, i++, സെയിം സെൻറ്റൻസ്, scanf %d ampersand a of I. This is how we'll read into an array. Clear? Now next is printing from the array. എങ്ങനെയാണ് ഒരു അറേയിൽ നിന്ന് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുക? ഒരു അറേയിൽ നിന്ന് പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അറേ ഇരിക്കുന്നത്. ഓക്കെ, സോ 0th പൊസിഷനിൽ 2 ഇരിക്കുന്നുണ്ട്, ഫസ്റ്റ് പൊസിഷനിൽ 3 ഇരിക്കുന്നുണ്ട്, സെക്കൻഡ് പൊസിഷനിൽ 4 ഇരിക്കുന്നുണ്ട്, തേർഡ് പൊസിഷനിൽ 10 ഇരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ അറേ എ എന്ന് പറഞ്ഞ അറേ. സോ ഓരോ പ്രാവശ്യം എവിടെ നിന്നാണ് പ്രിന്റ് ചെയ്യുന്നത്? ഐ ഹാവ് ടു പ്രിന്റ് a of 0, then a of 1, then a of 2, then a of 3. I need to print like this. ഓക്കെ, സോ എത്രയാണ് സൈസ് ഓഫ് ദ അറേ? എത്ര? 1 2 3 4 ആണ് സൈസ് ഓഫ് ദ അറേ. സോ ഈ എല്ലാ വാല്യൂസും എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ എഗെയിൻ ഇൻ ഓർഡർ ടു പ്രിന്റ്, ഓൾവേസ് റിമെമ്പർ, ഇൻ ഓർഡർ ടു പ്രിന്റ് ദ വാല്യൂസ് ഓഫ് എൻ അറേ, ഒരു അറേയുടെ വാല്യൂസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എഗെയിൻ യു ഷുഡ് യൂസ് എ ഫോർ ലൂപ്പ്. ദിസ് ഇസ് സിംഗിൾ ഡയമെൻഷണൽ അറേ. മനസ്സിലാവുണ്ടോ? നമ്മൾ ഇപ്പം പറയുന്നത് മുഴുവൻ സിംഗിൾ ഡയമെൻഷണൽ അറേയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇൻറ്റ് a of 10 എന്നാണ് പറയുന്നത്? വരയ്ക്കുമ്പോഴും നമ്മൾ ഈ ഒരു ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ്. സോ 2 ഡയമെൻഷൻ ഒന്നും പറയുന്നില്ല, എക്സും വൈ ആക്സിസ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ പറയുന്നില്ല. ഇവിടെ ഇതിനെയാണ് സിംഗിൾ ഡയമെൻഷണൽ അറേ എന്നാണ് നമ്മൾ പറയുക. സോ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. ഫോർ i = 0, i <= 3. ഇവിടെ <= 3, i++. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിന്റ് ചെയ്യാൻ പോവാണ്. സോ printf %d, a of I പ്രിന്റ് ചെയ്യുക. ഓരോ പ്രാവശ്യം എന്താ പ്രിന്റ് ചെയ്യുക? of 0, a of 1, a of 2, a of 3 വരെ പ്രിന്റ് ചെയ്യും. ഇപ്പം എനിക്ക് ഇത് കറക്റ്റായിട്ട് 4 എലമെന്റ്സ് ഉള്ളത് കാരണമാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പം നേരത്തെ കേസാണെങ്കിൽ യൂസറിൽ നിന്ന് റീഡ് ചെയ്ത് എന്നിലാണ് കിടക്കുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് വിചാരിക്കും. അപ്പം ഞാനിവിടെ എന്ത് യൂസ് ചെയ്യണം? i <n യൂസ് ചെയ്യണം. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 4. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? 4 ആണ്. സോ i <4 വർക്ക് ചെയ്തോളൂ. മനസ്സിലാവുണ്ടോ? സോ ദിസ് ഇസ് ഹൗ യു ഷുഡ് റീഡ് ഇൻടു an array and print from an array. So always remember, in order to read and in order to print from a single dimensional array, you should always use a for loop. ഒരു for loop എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ.